സഹോദരങ്ങളെ, ഈ നാളുകൾ നമുക്കറിയാം. ഈ കാലഘട്ടത്തെക്കുറിച്ച് 2000 വർഷങ്ങൾക്ക് മുൻപ് പ്രവചനാത്മാവിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പ്രവചിച്ചു പറയുകയാണ്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വചനം: നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാണ്. ആരെല്ലാം കർത്താവായ യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്, ഒരു ന്യൂ ക്രിയേഷൻ എക്സ്പീരിയൻസ്, ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അവരിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. അവർ ദൈവവചനത്താൽ ശക്തിയുള്ളവരാണ്. തുടർന്ന് ശ്ലീഹ പറയാണ്, ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ സ്വാധീന വലയത്തിലാണ്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങളിൽ, ജനതകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ നമ്മളിന്ന് കാണുന്ന അരാജകത്വങ്ങളും ശത്രുതകളും പലവിധത്തിലുള്ള മ്ലേച്ഛതകളും അരാജകത്വങ്ങളും എന്തു വേണ്ട, എല്ലാവിധത്തിലുള്ള ദുഷിപ്പും വക്രതയും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം ദുഷ്ടന്റെ സ്വാധീന വലയത്തിലാണ് എന്നതിൻ്റെ പ്രകടമായ തെളിവുകളാണ്. വിശുദ്ധ പൗലോസിനോട് ബന്ധപ്പെട്ട് വീണ്ടും സഭയെ പഠിപ്പിക്കുകയാണ്. കൊരിന്തോസ് സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം: ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന് പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമാകുന്നില്ല. ഈ ലോകത്തിന്റെ ദേവൻ അതാരാണ്? പിശാചാണ്. ഈ ലോകത്തിന്റെ അധികാരി അവനാണ്. അവിശ്വാസികൾ അനേകം മനുഷ്യ മനസ്സുകളെ ഇന്ന് പിശാച് അന്ധമാക്കിയിരിക്കുന്നു. ഇവിടെ മൈൻഡിനെ ബൈൻഡ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് കർത്താവിന്റെ മഹത്വം ദർശിക്കുക, ദൈവവചനത്തിന്റെ സത്യങ്ങളിലേക്ക് കടന്നു വരുവാൻ, പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെയും ആവശ്യകത തിരിച്ചറിയാൻ, സത്യവിശ്വാസത്തിലും വിശുദ്ധിയുടെ ആത്മാവിലും ജീവിക്കേണ്ടതിന്റെ അതിന്റെ ആ മഹത്വം മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അന്ധമായി പോയ ഒത്തിരിയേറെ ജീവിതങ്ങൾ, ഇന്ന് അനേകം ജീവിതങ്ങൾ പിശാചിന്റെ പിടിയിലാണ്, സാത്താന്റെ ബന്ധനത്തിലാണ്. അനേകം കുടുംബങ്ങളെ പിശാച് ബന്ധിച്ചിരിക്കുകയാണ്. ഇന്ന് അനേകം തലമുറകൾ ഒത്തിരി ഇടങ്ങളിൽ അന്ധകാരത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാളുകളാണിത്. എൻ്റെ സഹോദരങ്ങളെ, ഇതിനുള്ള വഴി എന്താണ്? നമ്മുടെ കർത്താവ് പറഞ്ഞു, മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വചനത്തിൽ കർത്താവ് പറഞ്ഞ ശക്തമായൊരു വചനമാണ്. അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ, ചില വെർഷനിൽ കാണുന്നു പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. ഏതാണ് ഈ വർഗം? പൈശാചിക ശക്തികള്, അന്ധകാരൂപികള്, നരകത്തിന്റെ പീഡകള്, സാത്താൻ ആധിപത്യങ്ങൾ, ഇരുട്ടിന്റെ ശക്തികള്. അത് പുറത്തു പോകണമെങ്കിൽ, അതിനെ ബഹിഷ്കരിക്കണമെങ്കിൽ, അതിനെ തകർക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ ജനമേ, നിങ്ങൾ ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും വരണം. ഉപവാസത്തോടു കൂടിയുള്ള ശക്തമായ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് ഈ വൈശാചിക ബന്ധനങ്ങളെ തകർക്കുവാൻ, നരകത്തിന്റെ അടിസ്ഥാനങ്ങളെ പൊട്ടിക്കുവാനായി സാധിക്കുകയുള്ളൂ. നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടണ്ടേ? എന്നും ദുഃഖത്തിലും വേദനയിലും അസ്വസ്ഥതയിലും കലഹത്തിലും തകർച്ചയിലും പരാജയത്തിലും കഴിഞ്ഞാൽ മതിയോ? നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന്റെ രക്ഷ അനുഭവിക്കണം. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മ ശക്തിയിൽ വളരണം, ദൈവവചനത്തിന്റെ സമൃദ്ധിയിൽ നിറയപ്പെടണം. ആത്മാവിന്റെ ആനന്ദം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, സഹോദരി സഹോദര ബന്ധത്തിൽ ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിന്റെ ആനന്ദം അനുഭവിക്കണം. അതിന് പകരം ഇന്ന് കലഹങ്ങൾ, നിസാര കാര്യങ്ങളെ പ്രതി അസ്വസ്ഥപ്പെടുകയാണ്.
ഒരുപാട് കുടുംബങ്ങൾ കലഹത്തിലാണ്, പിടിവാശിയിലാണ്. എന്റെ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെയും ശക്തിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. വേറെ ഒരു വഴിയും കർത്താവ് പറഞ്ഞില്ല. പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. എൻ്റെ സഹോദരങ്ങളെ, ഉപവാസത്തിന് എന്തുമാത്രം പ്രാധാന്യമാണ് കർത്താവ് കൽപ്പിച്ചത്. ഒത്തിരിയേറെ പ്രാധാന്യം കർത്താവ് കൽപ്പിച്ചിരുന്നു. നമ്മളിത് മനസ്സിലാക്കണം. ദൈവജനം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇന്ന് വചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. ദൈവജനത്തിന്റെ ഉപവാസ പ്രാർത്ഥനയിൽ എന്താണ് സംഭവിക്കുന്നത്? എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, ആത്മാവ് ഇടപെടുന്നത്? ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ വർദ്ധിക്കുമ്പോൾ, നമ്മിൽ നിന്ന് ഉപവാസങ്ങൾ ഉയരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അത്ഭുതകരമായ ദൈവിക സംരക്ഷണം, ഡിവൈൻ പ്രൊട്ടക്ഷൻ നമ്മുടെ ജീവിതത്തിന്, കുടുംബങ്ങൾക്ക്, മക്കൾക്ക്, തലമുറകൾക്ക്, സമൂഹങ്ങൾക്ക്, നമ്മുടെ സഭയ്ക്ക് പരിശുദ്ധാത്മ പ്രദാനം ചെയ്യും. നമ്മൾ ഇന്നലത്തെ വചന ശുശ്രൂഷയിൽ കണ്ടു എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന്. യെശയ്യാ പ്രവചനം 58:6 ആ വചനം കണ്ടത്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിന്റെ കയറുകൾ ഒടിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കി എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന് പറഞ്ഞാൽ, പാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് വേണം നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്. അശുദ്ധിയിലും പാപത്തിന്റെ മ്ലേച്ഛതകളിലും കഠിന ഹൃദയത്തിലും യാതൊരു അനുതാപവും ഇല്ലാതെ നമ്മൾ എന്തുമാത്രം ഉപവസിച്ചാലും, ആ ഉപവാസം ഏതൊക്കെ വിധത്തിലായിക്കൊള്ളട്ടെ, ആ ഉപവാസത്തിന് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. കർത്താവിൽ നിന്ന് കൃപ ഇറങ്ങുകയില്ല, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുകയില്ല, കർത്താവിൽ നിന്ന് അഗ്നി വരികയില്ല. സഹോദരങ്ങളെ, നമ്മൾ കൊണ്ട് ഏലിയാവിന്റെ ആ പ്രാർത്ഥനയിൽ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങിയ അനുഭവം നമ്മൾ കണ്ടു. കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങണോ, ശക്തി പുറപ്പെടണോ, കൃപ വ്യാപരിക്കണോ, പാപം വിട്ടൊഴിഞ്ഞ് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് വേണം നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അപ്രകാരമുള്ള ഉപവാസ പ്രാർത്ഥനയിൽ അസാധാരണമായ ദൈവിക സംരക്ഷണം തൻ്റെ ജനത്തിനും തൻ്റെ കുടുംബങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ സഭയ്ക്കും ജനതകൾക്കും കർത്താവ് പ്രദാനം ചെയ്യുമെന്ന് വചനത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. 34 സങ്കീർത്തനം 7 വചനം നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. അനേക പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള, നമുക്ക് ഒരുമിച്ച് ആ വചനം ഒന്ന് വായിക്കാം. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കും. നമ്മൾ പോലും അറിയാതെ എന്തുമാത്രം അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, വിനാശങ്ങളിൽ നിന്ന്, പൈശാചികമായ തിരിച്ചടികളിൽ നിന്ന് നമ്മൾ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് ജീവനോടെ ഈ ഭൂമിയിൽ ആയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് ലഭ്യമായ ദൈവിക സംരക്ഷണമാണ്. നമ്മൾ അനേക പ്രാവശ്യം വാഹനങ്ങൾ ഡ്രൈവ് ചെയ്തവരാണ്. നമ്മുടെ ഡ്രൈവിംഗ് മികവ് കൊണ്ടല്ല അപകടങ്ങൾ കൂടാതെ നമ്മൾ സംരക്ഷിതരായത്. അത് കർത്താവിന്റെ വിശ്വസ്തതയാണ്, കർത്താവിന്റെ കൃപയാണ്. സഹോദരങ്ങൾ, അവൻ നമ്മെ സംരക്ഷിക്കുകയാണ്, നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുകയാണ്, നമ്മുടെ തലമുറകളെ സംരക്ഷിക്കുകയാണ്. വിനാശങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, വേടന്റെ കെണികളിൽ നിന്ന്, അതുപോലെ തന്നെ പൈശാചികമായ ആക്രമണങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ തലമുറകളെ, സഭയെ, നമ്മുടെ മിനിസ്ട്രികളെ കർത്താവ് അത്ഭുതകരമായി സംരക്ഷിക്കും. ദൈവജനത്തിന്റെ ഉപവാസ പ്രാർത്ഥനയിൽ ഇപ്രകാരം ദൈവശക്തി വെളിപ്പെടുകയാണ്. ഇനി ഒരുപാട് സ്വാധീനിച്ചൊരു സങ്കീർത്തന വചനമാണ് 34 സങ്കീർത്തനം 22 തിരുവചനം. കർത്താവ് തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. എത്ര ശക്തമാണത്! കർത്താവ് തന്റെ ദാസന്മാരുടെ ജീവനെ രക്ഷിക്കുന്നു. താൻ വിളിച്ചവര്, തെരഞ്ഞെടുത്തവര് അവർ തകർന്നു പോകാൻ, നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. നമ്മുടെ കുടുംബങ്ങളുടെ മേൽ കർത്താവിന്റെ കരമുള്ളത് കൊണ്ട് ആ കുടുംബങ്ങൾ നിലനിന്നു പോകുന്നത്.
പക്ഷെ പൗലോസ് ഇതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 18-ാം വചനത്തിൽ പൗലോസ് പറയാണ്, കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിച്ചു. എന്നെ മോചിപ്പിച്ചു. തന്റെ സ്വർഗരാജ്യത്തിലേക്കായി എന്നെ കാത്തുകൊള്ളും. കർത്താവ് എന്നെ കാത്തുകൊള്ളും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സകല തിന്മകളിൽ നിന്നും എന്റെ കർത്താവ് എന്നെ മോചിപ്പിക്കും, എന്നെ സംരക്ഷിക്കും. ഇതൊരു വിശ്വാസത്തിന് ഉറപ്പ സഹോദരൻ. കാരണം പൗലോസ് ലീഗ പ്രാർത്ഥനയുടെ മനുഷ്യനാണ്, ഉപവാസത്തിന്റെ മനുഷ്യനായിരുന്നു. ഹൃദയവേദനയോടെ എത്രയോ ദിനരാത്രങ്ങൾ ദൈവസന്നിധിയിൽ താൻ ഉപവാസത്തിലായിരുന്നു. പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു, സകല തിന്മകളിൽ നിന്നും, പൈശാചിക പോരാട്ടങ്ങളിൽ നിന്ന്, നാരികീയ ശക്തികളിൽ നിന്ന് എന്റെ കർത്താവ് എന്നെ സംരക്ഷിക്കും, എന്നെ വിമോചിപ്പിക്കും. ഈ വിശ്വാസം നമുക്ക് എത്ര പേർക്കുണ്ട്? അവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കൃപ അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ. എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ പറ്റും. കർത്താവ് നൽകിയ സംരക്ഷണത്തെക്കുറിച്ച്. ആ സംരക്ഷണം ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാനിവിടെ നിൽക്കുകയില്ലായിരുന്നു. എത്രയോ അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, മാനുഷിക കെണികളിൽ നിന്ന്, പൈശാചിക പോരാട്ടങ്ങളിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ എത്രയോ അത്ഭുതകരമായി നമ്മുടെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു, തന്റെ മഹത്വത്തിൽ നമ്മളെ സംരക്ഷിച്ചു. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ജീവിതമുള്ളത്. നമ്മളത് തിരിച്ചറിയാതെ പോകരുത് സഹോദരങ്ങൾ. നന്ദി പറയണം, കർത്താവിനോട് വിശ്വസ്തരാകണം നമ്മൾ. നമുക്ക് പഴയ നിയമത്തിൽ പുരോഹിതനായ എസ്രയുടെ ശുശ്രൂഷയിലോട്ടൊന്ന് വരാം. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം 21-ാം വചനത്തിൽ എസ്രയുടെ അടുത്തൊരു തീരുമാനമുണ്ട്. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദി തീരത്ത് വെച്ച് ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ജെറുസലേമിലേക്ക് യാത്ര പോവുകയാണ്. ആയിരക്കണക്കിന് ദൈവജനം കൂടെയുണ്ട്. 4 മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്ര. ഏകദേശം 1600 കിലോമീറ്റർ ഉണ്ട് പേർഷ്യയിൽ നിന്ന് ഈ ജെറുസലേമിലേക്ക്. ഈ 4 മാസത്തെ യാത്രകളിൽ ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. കൊള്ളക്കാരുണ്ട്, പകർച്ചവ്യാധികളുണ്ട്, പല വിധത്തിലുള്ള ചതികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു യാത്രയായിരുന്നു ഈ 4 മാസത്തെ ജെറുസലേമിലേക്കുള്ള. ഏകദേശം 1600 കിലോമീറ്റർ. ആയിരക്കണക്കിന് ജനത്തെ കൂടെ കൊണ്ടുപോകണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്, മരണം സംഭവിക്കരുത്, ജീവഹാനി ഉണ്ടാകരുത്. ഒരു വലിയ റിസ്ക്, കർത്താവിനെ പ്രതി വലിയൊരു വെല്ലുവിളിയാണ് പുരോഹിതൻ എസ്ര ഏറ്റെടുത്തത്. പക്ഷെ അവന് ഉറപ്പുണ്ടായിരുന്നു, ഈ യാത്രയിൽ തങ്ങളെ സംരക്ഷിക്കുവാൻ തങ്ങളുടെ ദൈവമായ കർത്താവ് ശക്തനും അതിയായവനുമാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ പകർച്ചവ്യാധികളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, ശത്രുക്കളുടെ പിടിയിൽ നിന്ന്, കൊള്ളക്കാരിൽ നിന്ന്, പല വിധത്തിലുള്ള വിനാശങ്ങളിൽ നിന്ന് അത്ഭുതകരമായി ഞങ്ങളെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും ഞങ്ങളെ വിളിച്ച കർത്താവ് മതിയായവനാണെന്ന് എസ്ര വിശ്വസിച്ചു. അതുകൊണ്ടാണ് അഹാവ നദീതീരത്ത് വെച്ച് അദ്ദേഹം ഉപവാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപവാസത്തിന് ശക്തി മനസ്സിലാക്കണം. അത് വെറുതെ ഡയറ്റ് നോക്കാനുള്ള ഒരു പരിപാടിയല്ല സഹോദരങ്ങളെ. നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ, നമ്മുടെ ഫാറ്റ് ഇല്ലാതാക്കാനുള്ള ഒരു ശാരീരിക പ്രവൃത്തിയാണോ ഉപവാസമല്ല. അത് ദൈവശക്തിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആത്മീയ സ്രോതസ്സാണ് ദൈവജനത്തിന്റെ ഉപവാസ പ്രാർത്ഥന. കർത്താവിന്റെ പവർ റിലീസ് ചെയ്യപ്പെടും. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന ഒരു അനുഭവം. അത്ഭുതകരമായ ദൈവീക സംരക്ഷണം തങ്ങൾക്ക് ലഭിക്കുവാനാണ് അഹാവ നദി തീരത്ത് വെച്ച് ഉപവാസം പ്രഖ്യാപിച്ചത്. 22-ാം വചനത്തിൽ എസ്ര പറയാണ്. എന്താണ് എസ്ര പറഞ്ഞത്? യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നതിന്റെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യമുണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജാവിനോട് പറഞ്ഞ, രാജാവേ, ഞങ്ങൾക്ക്
പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട, പടയാളികളെ ഒന്നും ഞങ്ങളെ കൂടെ വിടണ്ട. പറഞ്ഞ രാജാവ് അതൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ അവരാശ്രയിച്ചത് ദൈവമായ കർത്താവിലാണ്. സർവശക്തനായ കർത്താവിൽ എസ്ര ആശ്രയിച്ചു. ഞങ്ങളെ സംരക്ഷിക്കുവാൻ, ഞങ്ങളെ പരിപാലിക്കുവാൻ, ഞങ്ങളെ വഴി നടത്തുവാൻ കർത്താവ് ശക്തനാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ഒരു ഫെയ്ത്ത് നമുക്കുണ്ടാകണം, ഈ ഒരു ആശ്രയത്വം ഉണ്ടാകണം. കർത്താവിന്റെ പ്രവർത്തനങ്ങളിൽ ഇപ്രകാരം ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. നമുക്കിത് ലഭിക്കുന്നത് പ്രാർത്ഥനയുടെ ആത്മാവിലൂടെയാണ്, കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലൂടെയാണ്. ഈ ഒരു ഉറപ്പിലേക്ക് നമുക്ക് വളരാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും ഈ വിശ്വാസത്തിന് ഉറപ്പ് നമുക്ക് ലഭിക്കില്ല. അത് നിരന്തരമായി കർത്താവിനോട് ചേർന്നുള്ള ജീവിതത്തിലൂടെയാണ് ഈ ഉറപ്പിലേക്ക് ആത്മാവ് നമ്മളെ നയിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. 23-ാം വചനത്തിൽ വരിക, 8:23. അതിനാൽ ഞങ്ങൾ ഉപവസിച്ചു, ദൈവത്തോട് യാചിച്ചു. ഞങ്ങളെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഞങ്ങൾ ഉപവസിച്ചു. അഹാബ നദീതീരത്ത് ഉപവസിക്കുകയാണ്. 31-ാം വചനത്തിലോട്ട് വന്ന് അങ്ങനെ 4 മാസത്തെ ദുർഘടമായ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ യാത്ര പിന്നിട്ട് 1-ാം മാസം 12-ാം ദിവസം ഞങ്ങൾ അഹാബ നദീതീരത്ത് നിന്ന് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും വഴിയിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. ഹല്ലേലൂയ. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഞങ്ങൾ വിശ്വസിച്ച ഞങ്ങളുടെ കർത്താവ് അപകടങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു. യാത്രയിലുള്ള പ്രതിസന്ധികളിൽ നിന്ന്, മഹാമാരികള്, പകർച്ചവ്യാധികള്, പലവിധ അപകടങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിച്ചു. അങ്ങനെ യാത്ര ദൈവപരിപാലനയിൽ പൂർത്തിയാക്കാൻ പറ്റി. അതിന് കാരണം എന്താ? അവർ ഒന്നിച്ചു ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അഹാബ നദീതീരത്ത് വെച്ച് അവർ ഒന്നിച്ചു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുക, നമ്മുടെ തലമുറകൾ സംരക്ഷിക്കപ്പെടുക, അപകടങ്ങൾ, ആപത്തുകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, തകർച്ചകൾ, പരാജയങ്ങൾ, പൈശാചിക തിരിച്ചടികൾ, സാത്താന്യ അറ്റാക്കുകൾ, ഇരുട്ടിന്റെ ശക്തികളുടെ അടിമത്തങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനാൽ സംരക്ഷിക്കപ്പെടുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുക. ദൈവമഹത്വത്താൽ നമ്മുടെ കുടുംബങ്ങൾ സൂക്ഷിക്കപ്പെടുവാൻ, പരിപാലിക്കപ്പെടുവാൻ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഇരുകരങ്ങൾ ഉയർത്തി ഒന്നിച്ച് വിളിക്കുന്ന യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ, ആത്മശക്തിയാ, ആത്മാവിന്റെ ശക്തിയാ. അന്ധകാര ശക്തികളെ, പൈശാചിക ശക്തികളെ, മന്ത്രവാദ ശക്തികളെ, ഇരുട്ടിന്റെ ശക്തികളെ ഞാൻ വിജയിക്കൂ. ഹല്ലേലൂയ. ആമേൻ. കരമടിച്ച് ഒന്നിച്ച് നിങ്ങളായിരിക്കുന്നിടത്ത് എല്ലാം ഉണർവോടെ കരഘോഷത്തോടെ പാടി പ്രാർത്ഥിക്കുക. ആമേൻ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, അഭിഷേകം പകരണമേ, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപ. ആമേൻ, ആമേൻ. അന്ധകാര ശക്തികളെ ജയിക്കും അത്ഭുത സംരക്ഷണം നൽകണമേ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ, ജയിക്കും ഞാൻ ആ കൃപയാ, ജയിക്കും ഞാൻ ആ കൃപയാ. ആമേൻ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, നന്ദി, നന്ദി കർത്താവേ. എല്ലാ കുടുംബങ്ങളിലേക്ക് അഭിഷേകം കൊടുക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ മേൽ ആത്മപ്രകാശം കർത്താവിനാൽ സുരക്ഷിതരാകട്ടെ. ദൈവജനത്തിന്റെ ഉപവാസ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം, ദൈവജനത്തിന്റെ മേലുള്ള സകല വിധികളും മാറിപ്പോകുന്നു. ദൈവജനത്തിനെതിരായിട്ടുള്ള വിധികൾ മാറിപ്പോകുന്നു. വിധികൾ, മാനുഷിക ശക്തികൾ, പൈശാചിക ശക്തികൾ കൊണ്ടുവരുന്ന വിധികളുണ്ട്, പോരാട്ടങ്ങൾ, നമ്മുടെ നാശവും തകർച്ചയും പരാജയവും അതുപോലെ തന്നെ നമ്മുടെ തളർച്ചയും ലക്ഷ്യമിട്ട് നമുക്കെതിരെ വരുന്ന മാനുഷിക പൈശാചിക വിധികൾ, അതിനെ കർത്താവ് പൊട്ടിച്ചു കളയും. ആമേൻ. ആ വിധികളിൽ നമുക്ക് അത്ഭുതകരമായ സംരക്ഷണം തരും. നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും, നമ്മുടെ സാഹചര്യങ്ങൾക്ക് കർത്താവ് മാറ്റം വരുത്തും. എൻ്റെ സഹോദരങ്ങളെ, എത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനം. യെശയ്യാ പ്രവചനം 54:17 സുപരിചിതമായൊരു വചനമാണ്. ഉച്ചത്തിലെ വചനം നമുക്ക് ഏറ്റുപറയാം. യെശയ്യാ പ്രവചനം 54:17 എന്താണ് വചനം പറയുന്നത്? നിനക്കെതിരെ വിധി പറയുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല. ഇത് കർത്താവിന്റെ നീതി നടത്തലും തന്റെ ദാസരുടെ അവകാശമാണ്, പൈതൃകവുമാണ്. നിനക്കെതിരെ വിധി പറയുന്ന എല്ലാ നാവുകളെയും നീ കർത്താവിന്റെ നാമത്തിൽ ഖണ്ഡിച്ചു കളയും. നീ അതിനെ മുറിക്കും, ഭേദിക്കും. നീ അതിനെ ഭേദിച്ചു മുന്നേറും. നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ, മിനിസ്ട്രികൾക്കെതിരെ, ശുശ്രൂഷകൾക്കെതിരെ, നമ്മുടെ ബിസിനസ്സിനെതിരെ, നമ്മുടെ കൃഷിയിടങ്ങൾക്കെതിരെ, കർത്താവ് തന്ന ഈ ദൈവ വിളിക്കെതിരെ ഉള്ള വിധികള്, പരദൂഷണങ്ങൾ, ഏഷ്യനികള്, പോരുകള്, മാനുഷിക ശക്തികളുടെ അഴിഞ്ഞാട്ടങ്ങള്, കർത്താവ് പറയാ നീ അതിനെ ഖണ്ഡിക്കും, അതിനെ ഭേദിക്കുന്ന അഭിഷേകം നിന്റെ മേൽ ഞാൻ പകരും. ദൈവജനത്തിന് ഉപവാസ പ്രാർത്ഥനയിൽ ഇപ്രകാരം ഒരു പകർച്ച പരിശുദ്ധാത്മത്തിന് സഹോദരങ്ങളെ 100 കണക്കിന് അനുഭവങ്ങൾ പറയാൻ പറ്റും. ഷെക്കേന മിനിസ്ട്രീസിനോട് ബന്ധപ്പെട്ട് ടീം ഷെക്കേനയ്ക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന മാധ്യമ ശുശ്രൂഷകൾ, ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, ട്രെയിനിങ് ശുശ്രൂഷകൾ, ഫോർമേഷൻ ശുശ്രൂഷ, ഇതിലൊക്കെ ഒരുപാട് മാനുഷിക വിധികൾ, പലപ്പോഴും ഈ ശുശ്രൂഷകളുടെ തളർച്ചയും നാശം കാണാൻ ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തികൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇതിനെതിരെ നിലകൊണ്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് തന്റെ ശക്തമായ കരങ്ങൾ നീട്ടി ഈ അന്ധകാര ശക്തികളെ തകർത്ത് കളഞ്ഞ 100 കണക്കിന് അനുഭവങ്ങൾ എൻ്റെ സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ കഴിയും. എനിക്ക് മാത്രമല്ല, നിങ്ങളിൽ പലർക്കും ഇതേ അനുഭവം പരിശുദ്ധാത്മ നൽകിയിട്ടുണ്ട്. വിധി പറയുന്ന നാവുകളിൽ നീ ഖണ്ഡിക്കും. പരദൂഷണം പറയുന്ന, ഏഷണി പറഞ്ഞു വരുത്തുന്ന, അപവാദം പറഞ്ഞു വരുത്തുന്ന നാവുകളെ നീ ഖണ്ഡിക്കും. കർത്താവ് അധികാരവും ശക്തിയും നിനക്ക് നൽകും. എപ്പോഴാ? നീ പ്രാർത്ഥനയിൽ, ഉപവാസത്തിലും ആഴപ്പെടുമ്പോൾ. ആർക്കും നിന്നെ തകർക്കാൻ പറ്റില്ല, ആർക്കും തകർക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. ആ ഒരു ചരിത്രം നമുക്ക് പരിശുദ്ധ ബൈബിളിൽ കാണാൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ വചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. എവിടെയാ കാണുന്നേ? എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് വരണം. അവിടെ പേർഷ്യ രാജാവായ ആർത്തസസ്, അഹസ്വേരോസ് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്താണ് കൽപ്പന? 13:6 വായിച്ചേ. അതുകൊണ്ട് ഈ വർഷം 12-ാം മാസമായ ആദാർ മാസം 14-ാം ദിവസം നിങ്ങൾ വായിച്ചിട്ട് പറയാണ്, ആമാന്റെ കത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളവരെയെല്ലാം ഭാര്യമാർ യഹൂദ ജനതയാണ്, ദൈവത്തിന്റെ ജനമാണ്. ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം പരിപൂർണമായി നിർദ്ധയം അവരുടെ ശത്രുക്കളുടെ വാളിനിരയാക്കി നശിപ്പിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. പേർഷ്യൻ സാമ്രാജ്യം മുഴുവൻ ചിതറിപ്പാർത്തിരുന്ന ദൈവത്തിന്റെ ജനമായ യഹൂദരെ കൊന്നൊടുക്കാൻ, വാളിനിരയാക്കാനുള്ള രാജകൽപ്പന പേർഷ്യൻ സാമ്രാജ്യം മുഴുവൻ ഈ കൽപ്പന പാസാക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, ഇത് കേട്ട ദൈവജനത്തിന്റെ നേതാവായ മർദ്ദോക്കായി നമ്മളിതാ ചെയ്യേണ്ടത്. എന്തൊക്കെ പ്രതിസന്ധികൾ വരട്ടെ, തകർച്ചകൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, അതിനെ പരിഹരിക്കുവാനുള്ള താക്കോല് നിന്റെ കയ്യിൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ആമേൻ.
ഒന്നും നിനക്ക് അസാധ്യമായിരിക്കുകയില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ എല്ലാം സാധ്യം, ഉപവാസത്താൽ എല്ലാം സാധ്യം. ആമേൻ. ദൈവത്തിനൊന്നും അസാധ്യമല്ലെങ്കിൽ കർത്താവിനോട് ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. ഹല്ലേലൂയ. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വചനം വിശ്വസിക്കണം. നമ്മൾ അനുഭവം പറയുന്നതല്ല അനുഭവങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ പറ്റാം. കർത്താവിന്റെ വചനത്തിന് തെറ്റുപറ്റില്ല, വചനത്തിന് തെറ്റുപറ്റില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ സമയത്ത് മൊർദെഖായി എന്ത് ചെയ്തു? എസ്തേറിന്റെ പുസ്തകം 4:1 വരിക. 4:1 വചനം പഠിപ്പിക്കുകയാണ്. ഈ സംഭവം എന്താ ഉണ്ടായി? 4:1 എന്താണ്? ഈ സംഭവം അറിഞ്ഞ മൊർദെഖായി എന്ത് ചെയ്തു? വസ്ത്രം കീറി. കണ്ടു, വസ്ത്രം എന്ന് പറഞ്ഞാൽ അതുപോലെ ഹൃദയ തകർച്ചയോടെ, ആത്മഭാരത്തോടെ, മനോവ്യഥയോടെ ദൈവജനത്തിന്റെ ആ നാശം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ച് ഹൃദയ തകർച്ചയോടെ മൊർദെഖായി ചാരം വിതറിയിട്ട് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ചാക്കെടുത്ത് ചാരം പൂശി അത്യുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുമുൻപിൽ അത്യുച്ചത്തിൽ, ദൈവമേ, കർത്താവേ, ഞങ്ങളെ വിമോചിപ്പിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ശത്രുകരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം തരണമേ, അത്യുച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് മൊർദെഖായി. ഓ, എത്ര ശക്തമായ ഒരു പ്രാർത്ഥന! കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. പ്രതിസന്ധികളിൽ നീ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ കാണാം. നിന്റെ മുൻപിലുള്ള പ്രതികൂലങ്ങളിൽ, വേദനകളിൽ, ഞെരുക്കങ്ങളിൽ, കണ്ണുനീരുകളിൽ, സങ്കടങ്ങളിൽ ദൈവത്തിന്റെ പൈതലേ, നീ കണ്ണുനീരോടെ നിലവിളിച്ചാൽ ആ തകർച്ചയിലേക്ക് ദൈവശക്തി ഇറങ്ങി വരും. നിന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തിന്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചു തരും. കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും, നിന്നെ സംരക്ഷിക്കും, നിന്നെ വിമോചിപ്പിക്കും, നിനക്ക് വിജയം തരും. നിനക്ക് നിന്റെ കുടുംബത്തിന് തരും, മക്കൾക്ക് തരും, നമ്മുടെ ശുശ്രൂഷകൾക്ക് തരും, ബിസിനസ്സിന് തരും, ജോലിക്ക് തരും, നമ്മുടെ ആദായ മാർഗങ്ങൾക്ക് തരും. ആത്മീയ തലങ്ങളിൽ മാത്രമല്ല, ഭൗതിക തലങ്ങളിലേക്കും ഈ ഒരു പകർച്ച പരിശുദ്ധാത്മ തരും. ഈ ഒരു പകർച്ച തരും സഹോദരൻ. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. എൻ്റെ സഹോദരങ്ങളെ നമ്മൾ കാണുന്നു. ഇതിന് ശേഷം എന്താ ഉണ്ടായത്? ഇനി പേർഷ്യൻ രാജ്ഞിയായ എസ്തേറിനെ നിങ്ങൾ നോക്ക്. എസ്തേറിന്റെ പുസ്തകം 4:16 വചനത്തിൽ അവൾ രാജ്ഞിയുടെ എല്ലാ പകിട്ടാർന്ന വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് പറയാണ്, സൂസയിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക. 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യരുത്. കൊണ്ട് അവരൊക്കെ ഉപവാസത്തിന്റെ ശക്തി മനസ്സിലാക്കിയവരാ. അത് വെറുതെ ഡയറ്റ് നോക്കാനും ശരീരത്തിനൊരു കംഫർട്ട് കിട്ടാനല്ല ഉപവസിച്ചത്. കണ്ടോ, ജീവൻ മരണ പോരാട്ടമാണ്. കർത്താവിൽ നിന്ന് സഹായം വരുവാനായിട്ട്, ദൈവജനം സംരക്ഷിക്കപ്പെടുവാൻ, അവർക്ക് വിജയം കിട്ടുവാൻ, ശത്രുകരങ്ങളിൽ നിന്ന് അവർ വിമോചിതരാകുവാൻ കണ്ണുനീരോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. 3 days രാവും പകലും ജലപാനമില്ലാതെ, യാതൊരു ഭക്ഷണ പാനീയങ്ങൾ കഴിക്കാതെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. 14:1 ശ്രദ്ധിച്ച് നിങ്ങൾ. 14:1 എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിലേക്ക് ഓടി. എവിടേക്ക് ഓടിയത്? കർത്താവിന്റെ അരികിലേക്ക് ഓടിയത്. ഇതാ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓടേണ്ടത് മനുഷ്യരുടെ അരികിലേക്കല്ല, ലോകത്തിൻ്റെ സംവിധാനങ്ങളിലേക്കോ മാനുഷികമായിട്ടുള്ള ചില സാധ്യതകളിലേക്കല്ല നമ്മൾ ഓടേണ്ടത്. സർവശക്തനായ, നിത്യസഹായകനായ, നമ്മെ സഹായിക്കാൻ കഴിവുള്ള കർത്താവിലേക്ക് നമ്മൾ ഓടണം. അവിടുന്ന് സഹായം വരും. നിനക്ക് വേണ്ട സഹായം കർത്താവിൽ നിന്ന് വരും. നിന്റെ കുടുംബത്തിന് വേണ്ട സഹായം കർത്താവിൽ നിന്ന് വരും. അവീത് പറഞ്ഞില്ല കണ്ണുനീരോടെ, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. നിന്റെ കുടുംബത്തിന് സഹായം വേണോ? നീ മനുഷ്യരുടെ അടുത്തേക്കല്ല ഓടേണ്ടത്, നീ കർത്താവിനടുത്തേക്ക് ഓട്. നീ പ്രാർത്ഥിക്ക്, നീ ഉപവസിക്ക്, നിന്റെ തകർച്ചകൾക്ക് വേണ്ടി നീ ഉപവസിക്ക്. അതുപോലെ തകർന്നിരിക്കുന്ന ജീവിതങ്ങളുടെ വിമോചനത്തിന് വേണ്ടി നീ നിലവിളിക്കുമ്പോൾ നിനക്ക് വിമോചനം ഉണ്ടാവും. നീ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു ഉപവസിച്ചു, അവരുടെ മേലും ദൈവശക്തി ഇറങ്ങി വരും. അവരുടെ മേലും ദൈവശക്തി ഇറങ്ങും. കർത്താവിലേക്ക് ഓടി. അവൾ ആ രാജകീയ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചു, മോടി പിടിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ചാക്കെടുത്ത്
തറയിൽ അവൾ നിലം പറ്റി കിടക്കുക കർത്താവിന്റെ മുമ്പിൽ. 3 ദിനരാത്രങ്ങൾ അവൾ തീഷ്ണതയോടെ കണ്ണുനീരോടെ തന്റെ ജനത്തിന്റെ വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് വെറും ഒരു കഥയല്ല സഹോദരങ്ങളെ, തന്റെ ജനത്തിന് വേണ്ടി സഭാ ചരിത്രത്തിൽ കർത്താവ് പ്രവർത്തിച്ച ചരിത്ര സത്യങ്ങളാണ് ഈ വിശുദ്ധ വചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. ആത്മാവ് ഇന്നും സഭയിൽ സജീവമായി നിലകൊള്ളുന്നു. ആത്മാവ് ഇന്നും സഭയിലൂടെ പ്രവർത്തിക്കുന്നു. ഇനി എസ്തേർ 15:1 വായിച്ച് 15:1 അവിടെ എന്താ പറയുന്നത്? 3-ാം ദിവസം പ്രാർത്ഥന തീർന്നപ്പോൾ കൊണ്ടുപോകും. അപ്പൊ 3 ദിവസം ഇവിടെയായ ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു രാജ്ഞി. എസ്തേർ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളിൽ, നിന്റെ ആസക്തികളിൽ, നിന്റെ ജഡമോഹങ്ങളിൽ, നിന്റെ മുൻകോപത്തിൽ, നിന്റെ അഹങ്കാരത്തിൽ, മധുരങ്ങളിൽ, എനിക്ക് എന്തിനോടാണോ വിശപ്പ്, എനിക്ക് എന്തിനോടാണോ ദാഹം, എനിക്ക് എന്തിനോടാണ് ആസക്തി, അതിൽ നീ ഉപവസിക്കുക, അതിൽ നീ ഫാസ്റ്റ് ചെയ്യുക. നീ അതിൽ ഫാസ്റ്റ് ചെയ്യുക. അല്ലാതെ ഒരു നേരം ഭക്ഷണം മാറ്റിയത് കൊണ്ട് അത് വലിയൊരു ഉപവാസം, വലിയ ത്യാഗം എന്നല്ല. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മുൻകോപത്തിൽ ഉപവസിക്കുമ്പോൾ, എൻ്റെ ജഡീക താല്പര്യങ്ങളിൽ ഞാൻ ഉപവസിക്കുമ്പോൾ, എൻ്റെ മൊബൈൽ ഫോണിൽ ആവശ്യത്തിന് മാത്രം യൂട്യൂബ് ഉപയോഗിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത ഈ യൂട്യൂബിലേക്ക് പോയി നമ്മൾ സമയം കളയരുത്. ആവശ്യത്തിന് മാത്രം നീ ഫേസ്ബുക്ക് ഉപയോഗിക്കുക, വാട്സപ്പ് ഉപയോഗിക്കുക. ഒരുപാട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൃപയെ ഇതൊക്കെ അപഹരിക്കുന്നുണ്ട്. ഇതെല്ലാം ജോയൽ പ്രവചനത്തിൽ കാണുന്ന പോലെ കമ്പിളിപ്പുഴുവും വെട്ടിലും പച്ചക്കുതിരയ നമ്മുടെ വിളവുകൾ നശിപ്പിക്കുകയാണ്, നമ്മുടെ കൃപയെ നശിപ്പിക്കുകയാണ്, നമ്മുടെ അഭിഷേകത്തെ നശിപ്പിക്കുകയാണ്. അനാവശ്യമായി നീ യൂട്യൂബിൽ ഇങ്ങനെ കയറി സെർച്ച് ചെയ്ത് നിന്റെ സമയം നഷ്ടപ്പെടുത്തിയാൽ കണക്ക് പറയേണ്ടി വരും കർത്താവിന്റെ മുമ്പിൽ. സമയം ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് തോന്നിയതുപോലെ ഉപയോഗിക്കാനുള്ളതല്ല. നമുക്ക് പലപ്പോഴും വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. നമുക്കൊരു പുനഃസ്ഥാപനം ആവശ്യമാണ്. നമ്മൾ ഫാസ്റ്റ് ചെയ്യേണ്ടത് യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും, അത്യാവശ്യത്തിന് ഇന്റർനെറ്റ് ഉപയോഗിക്കുക. അതൊക്കെ വേണ്ടോ നമുക്ക്? അല്ലാതെ 24 മണിക്കൂർ ഈ ഫേസ്ബുക്കും യൂട്യൂബിലൊക്കെ നമുക്ക് ഒരു നേരം ഭക്ഷണം മാറ്റി വെക്കണേക്കാൾ വലിയൊരു വില കൊടുക്കലാണ് ഇത്തരത്തിലുള്ള ഫാസ്റ്റിങ്. നിങ്ങൾ കാപ്പിയിൽ ഫാസ്റ്റ്, ചായയിൽ ഫാസ്റ്റ്, കുറച്ച് നാളത്തേക്ക് 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഞാൻ കാപ്പി കുടിക്കുന്നില്ല, ഞാൻ ചായ കുടിക്കുന്നില്ല, മധുരം ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിക്കുന്നില്ല. ഇനി ഷുഗറും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവര് നിങ്ങൾ ഒരു ദിവസം 1-2 നേരം ഭക്ഷണം മാറ്റി വെച്ച് ഉപവസിക്കുക. അതും പ്രധാനപ്പെട്ടതാണ്. അതിലൊരു നഷ്ടപ്പെടലുണ്ട്, ത്യാഗമുണ്ട്. ഇവിടെ എസ്തേർ രാജ്ഞി ആ രാജകീയമായ വിഭവങ്ങളും സമൃദ്ധമായിട്ടുള്ള വിരുന്നും രാജകീയ മോടികളെല്ലാം ഉപേക്ഷിച്ച് അവൾ ചാക്കെടുത്ത് ചാരം പൂശി തറയിൽ നിലംപരിശായി കിടന്ന് തന്റെ ജനത്തിന്റെ വിമോചനത്തിനു വേണ്ടി 3 രാവും പകലും അവൾ നിലവിളിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന പാഴാകുക സഹോദരങ്ങൾ. നിന്റെ മക്കൾക്ക് വേണ്ടി നിങ്ങനെ നിലവിളിക്കുമ്പോൾ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ നിലവിളിക്കുമ്പോൾ, തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കുമ്പോൾ, നമ്മുടെ മിനിസ്ട്രികളിലും കൂട്ടായ്മകളിലും ശക്തമായ ആത്മപകർച്ച ഉണ്ടാകുവാൻ, ആത്മശക്തി നമ്മിൽ വർദ്ധിക്കുവാനായി നമ്മൾ ഇതുപോലെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പാഴായി പോവോ? ഒരിക്കലും പാഴായി പോവില്ല. നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് വരണം. അതിന്റെ ശക്തി മനസ്സിലാക്കുന്ന സഹോദരൻ. റിസൾട്ട് എന്തായിരുന്നു? എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വചനം 9:1 പെട്ടെന്ന് വായിച്ച്. 9:1 എന്താ പറയുന്നത്? കണ്ടു. 12-ാം മാസമായ ആധാർ 13-ാം ദിവസം രാജാവിന്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ദിവസം, യഹൂദരെ കീഴടക്കാമെന്ന് അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം, യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായിട്ട് മാറി. കണ്ടോ? യഹൂദന്മാരെ നശിപ്പിക്കാൻ, വാളിന് ഇരയാക്കാം എന്ന് ശത്രുക്കൾ കരുതിയിരുന്ന ആ ദിവസം ദൈവജനത്തിന്റെ ശത്രുക്കളുടെ മേൽ അത്ഭുതകരമായ വിജയം കർത്താവ് തന്റെ ജനത്തിനു നൽകി. ഉപവാസ പ്രാർത്ഥന. ഒരു രാജാവിന് ഒരു മെമ്മോറാണ്ടോ അല്ലെങ്കിൽ ഒരു ഹർജി കൊടുക്കുകയോ
അല്ലെങ്കിൽ ഉപ്പ് ശേഖരണം നടത്തി, രാജാവേ ഇതോ ഈ ഹർജി ഒന്ന് ശ്രദ്ധിക്കണമേ, അങ്ങിത് പരിശോധിക്കണമേ. എന്തൊക്കെ മാർഗങ്ങൾ ആ കാലത്തുണ്ട് സഹോദരങ്ങളതൊക്കെ. അവർ ആ വഴിയിലേക്ക്, ലോകത്തിൻ്റെ സാധ്യതകളിലേക്ക് അവർ നോക്കിയില്ല. ദൈവമായ കർത്താവാകുന്ന സാധ്യതയിലേക്ക് മാത്രം നോക്കി അവിടുത്തെ സന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു, ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു. കർത്താവ് തൻ്റെ ജനത്തെ ശത്രുകരങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിച്ചു. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. നിരീശ്വര ശക്തികള്, മതതീവ്രവാദികള്, ഫ്രീമേസൺ ശക്തികള്, സാത്താന്യ ആരാധകർ, മന്ത്രവാദ, കൂടോത്ര ആഭിചാര ശക്തികള്, മാനുഷിക ശക്തികള്, എല്ലാവിധ ഇരുട്ടിൻ്റെ ശക്തികളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും തലമുറകളെയും നമ്മുടെ സഭയെയും നമ്മുടെ സമൂഹങ്ങളെയും വിമോചിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും അതിന്മേൽ നമുക്ക് വിജയം തരുവാനും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഓൾമൈറ്റി, ഓൾ സഫിഷ്യന്റ്, എൽ ഷദായ്, സർവശക്തനും സർവാധിപനുമായ കർത്താവ്. അവനത്രേ നമ്മളെ വിളിച്ച് അവന്റെ മുൻപിലാണ് നമ്മൾ കരയുന്നത്. നമ്മൾ അവന്റെ ജനമാണ്, അവനിൽ വിളിക്കപ്പെട്ടവരാണ്. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. ഓരോ പോലെ ശക്തിയോടെ ആമേൻ, ആമേൻ, ആമേൻ. ഒരു സെക്കൻഡ് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ എഴുതി സ്തുതിച്ച് എന്റെ നിലവുകൾ ദൈവം മാറ്റി. അതെ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താം. നമ്മുടെ നേരെ കിടക്കുന്ന ചില വിധികളെ കർത്താവ് പൊളിച്ചെഴുതാൻ പോകും. അതെ അതെ അതെ, കർത്താവ് ചില പ്രവൃത്തികൾ ചെയ്യാൻ പോകും. നിനക്ക് വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്യാൻ പോകും. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി നീ ഇടപെടുന്ന പ്രവർത്തനം മണ്ഡലങ്ങൾക്ക് വേണ്ടി ചില പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നു. കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. ഇരുകരങ്ങൾ ഉയർത്തി അഭിഷേകിച്ചെടുത്ത് ഈ ദൈവ പ്രവർത്തിക്കായി ആഗ്രഹിച്ച് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന യേശുവേ, വിളിച്ചു പ്രാർത്ഥിച്ച് ഈശോ തന്റെ ജനത്തെ കാലവും സംരക്ഷിക്കുക, ശത്രുകരങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുക. ശക്തരായ കർത്താവേ, പൈശാചിക സ്വാധീനങ്ങൾ, മന്ത്രവാദ, കൂടോത്ര ആഭിചാര സ്വാധീനങ്ങൾ, മതതീവ്രവാദികൾ, നിരീശ്വര ശക്തികൾ, ഇലുമിനാറ്റി ശക്തികളിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിക്കണേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. ലോകത്തിന്റെ ആത്മാവിൽ നിന്ന്, ലോകരൂപിയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വിജയം തരണം. നന്നായി കൈയടിച്ച് ശക്തിയോടെ ആമേൻ, ഹല്ലേലൂയ. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, സർവശക്തി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം, നമ്മുടെ യേശു ജീവിക്കുന്നു, നമ്മുടെ യേശു ജീവിക്കുന്നു, നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, നന്ദി. കർത്താവെ നന്ദി പറയുന്ന കർത്താവെ നന്ദി പറയുന്നു. മൂന്നാമത്തെ ദൈവജനത്തിൻ്റെ ഉപവാസ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന മൂന്നാമത്തെ ഒരു കാര്യം, കർത്താവിൻ്റെ ആലോചനകളും നിർദ്ദേശങ്ങളും നമുക്ക് ലഭിക്കുന്നു. കർത്താവിൻ്റെ മനസ്സ് നമ്മൾ അറിയുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ വലിയൊരു റിസൾട്ടാണ് കർത്താവിൻ്റെ ആലോചനകളും നിർദ്ദേശങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. തിരുവചനത്തിൽ കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 2-ാമത്തെ വചനം, ആക്ട്സ് ചാപ്റ്റർ 13:2, 13:2. അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു ഉപവസിച്ചും കഴിയവേ. കണ്ടു,
അന്ത്യോക്യയിലെ സഭാ നേതൃത്വം ദൈവസന്നിധിയിൽ ഉപവസിച്ച് കഴിയവേ പരിശുദ്ധാത്മാവ് ആലോചന കൊടുത്തു. പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഈ ദൈവാലോചന അന്ത്യോക്യയിലെ സഭാ നേതൃത്വത്തിന് എപ്പോഴാണ് ലഭ്യമായത്? അവർ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഉപവാസത്തോടെ ദൈവത്തിന് മുമ്പിൽ അവർ പ്രാർത്ഥനയിൽ കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവുടെ മധ്യേ വന്ന് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന എൻ്റെ ജോലിക്കായി മാറ്റി നിർത്തുക. എത്ര ശക്തമായ ഒരു ദൈവാലോചനയാണ് അവർക്ക് ലഭിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പോകേണ്ട വഴികൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ എപ്രകാരം ഈ നാളുകളിൽ പ്രവർത്തിക്കണം, നമ്മുടെ തകർച്ചയുടെ ചില അടിസ്ഥാനങ്ങൾ, എന്തുകൊണ്ടാണ് നമുക്ക് ദൈവകൃപയിൽ വളരാൻ പറ്റാത്തത്, നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന, നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അവഗണിച്ച് കളയുന്ന, പലപ്പോഴും നമ്മൾ മറന്നുപോയ ചില അടിസ്ഥാനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വെളിച്ചം വീശും. കർത്താവിൻ്റെ ആലോചനകൾ തന്ന് നമ്മെ പരിശുദ്ധാത്മാവ് ഉണർത്തും, നമ്മെ റിവൈവ് ചെയ്യും. ഹോളി സ്പിരിറ്റ് നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. എത്ര ശക്തമാണല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട, ഞാൻ പലപ്പോഴും ഷെക്കേന ന്യൂസിനെ കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ടീം ഷെക്കേനയുടെ ധ്യാനങ്ങളും കൺവെൻഷനുകളും മധ്യസ്ഥ പ്രാർത്ഥനകളും മാധ്യമ ശുശ്രൂഷകളെല്ലാം കർത്താവെ അത് എപ്രകാരമാകണം, പലപ്പോഴും കർത്താവിന് മുമ്പിൽ നിലവിളിക്കുമ്പോൾ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നൊരു വചനമാണ് സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ വചനം. 3-ാമത്തെ വചനം എന്താ അവിടെ പറയുന്നത്? നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഐ വിൽ ഷോ യു വാട്ട് യു ഷാൽ ഡു. ഞാൻ കാണിച്ചു തരാം നീ എന്താണ് ചെയ്യേണ്ടത്. കർത്താവ് കാണിച്ചു തരും നമുക്ക് നമ്മൾ പോകേണ്ട വഴികൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ കുടുംബം എങ്ങനെയാകണം, നമ്മുടെ മക്കൾ എപ്രകാരം അവരെ വളർത്തണം, അവരെങ്ങനെ പരിശീലിപ്പിക്കണം, നമ്മുടെ സഭയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾക്ക് വേണ്ടത്, നമ്മുടെ മിനിസ്ട്രികൾക്ക് ആവശ്യമായത്, ഇതെല്ലാം കർത്താവ് കാണിച്ചു തരും. ഐ വിൽ ഷോ യു. ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാം? നീ എന്താണ് ചെയ്യേണ്ടത്, നീ എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്, നീ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് എൻ്റെ മകനെ മകളെ ഞാൻ കാണിച്ചു തരാം. ഇതെപ്പോഴാണ് കാണാൻ പറ്റുന്നത്? നീ ഉപവാസത്തോടെ ദൈവത്തിന് മുൻപിലായിരിക്കുമ്പോൾ, കർത്താവിൻ്റെ പ്രസൻസിൽ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, അവനുമായുള്ള ബന്ധത്തിൽ നീ ആയിരിക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടും നിനക്ക്. നിന്റെ ആത്മാവിൽ അത് പ്രകാശിതമാകും. നീ ചെയ്യേണ്ട കാര്യങ്ങൾ, പോകേണ്ട വഴികൾ എല്ലാം ആത്മാവ് കാണിച്ചു തരും. എല്ലാം ആത്മാവ് കാണിച്ചു തരും. ഈ ഷെക്കീനയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഈ വിധം പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. ഈ മീഡിയ കോംപ്ലക്സിന്റെ ഡിസൈൻ, ഇത് ഏത് വിധത്തിൽ വേണം, ഏതൊക്കെ പ്രോഗ്രാമുകൾ വേണം, ന്യൂസുകൾ എങ്ങനെയായിരിക്കണം, ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം. ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയും, ആ പ്രോഗ്രാം വേണ്ട, അല്ലെങ്കിൽ ഇന്നതുപോലെ ന്യൂസ് കൊടുക്കണ്ട, ഈ രീതികൾ വേണ്ട, മാറ്റങ്ങൾ വരുത്തും. നമ്മൾ ആത്മാവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ളൊരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ, കാലോചിതമായ മാറ്റങ്ങൾ അതാത് സമയത്ത് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ ആലോചനകൾ തന്ന് ദൈവഹിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രവാചകനെ മോശയോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എബ്രായ പുസ്തകം 8:5 നമ്മൾ കാണുകയാണ്. ദൈവം ഇപ്രകാരം മോശയോട് പറഞ്ഞു, പർവ്വതത്തിൽ വെച്ച്, ഏതാണ് ഈ പർവ്വതം? സീനായ് മലയാണ്, സീനായ് പർവ്വതം. നിനക്ക് ഞാൻ കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു കൊള്ളുക. എൻ്റെ സഹോദരങ്ങളെ, മോശയുടെ പ്രവാചക ശുശ്രൂഷ കണ്ടോ, നമുക്കിഷ്ടപ്പെട്ടതുപോലെയല്ല, നമുക്ക് തോന്നുന്നത് പോലെയല്ല. കർത്താവ് കാണിച്ചു തരുന്ന മാതൃകയിൽ നമ്മുടെ പ്രൊഫറ്റിക് മിഷൻ, പ്രവാചക ശുശ്രൂഷയാവട്ടെ, പുരോഹിത ശുശ്രൂഷയാവട്ടെ, സമർപ്പിത ശുശ്രൂഷയാവട്ടെ, നമ്മുടെ കുടുംബജീവിതത്തിലുള്ള ശുശ്രൂഷകളാകട്ടെ, എന്തുമാവട്ടെ, നമുക്കിഷ്ടപ്പെട്ടതുപോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല നമ്മൾ ഇവിടെയെല്ലാം വർദ്ധിക്കേണ്ടത്. കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നൊരു പാറ്റേൺ, ഒരു മോഡലുണ്ട്, ഒരു മാതൃകയുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ പണിയപ്പെടണം, നമ്മളെങ്ങനെ ഈ നാളുകൾ ദൈവരാജ്യ ശുശ്രൂഷകൾ ചെയ്യണം, എന്താണ് കർത്താവിന് തന്നെ ജനത്തോട് സംസാരിക്കാനുള്ളത്,
പരിശുദ്ധാത്മാവിനെ തന്നെ ജനത്തോട് കൃത്യമായി ബോധ്യപ്പെടുത്തുവാനുള്ള ദൈവവചനത്തിന്റെ സത്യങ്ങൾ, ഇതെല്ലാം നമ്മൾ അറിയേണ്ടത് ഈ ഉപവാസത്തിലാണ്, ഈ പ്രാർത്ഥനയിലൂടെയാണ് സഹോദരൻ. നമ്മുടെ സഭയ്ക്ക് വേണ്ട കാര്യങ്ങൾ, സഭയുടെ നവീകരണം, ശുദ്ധീകരണം, സഭയുടെ ശക്തീകരണം, അതിനാവശ്യമായ വഴികൾ കർത്താവ് പറഞ്ഞു തരും. ഇവിടെ സമാഗമ കൂടാനും തൻ്റെ ജനത്തോടു കൂടെ വസിക്കുവാൻ വേണ്ടി കർത്താവ് പറഞ്ഞു, നീ എൻ്റെ ജനത്തിൻ്റെ മധ്യേ ഒരു വിശുദ്ധ കൂടാരം എനിക്കായി നീ പണിയണം. ആ പണിയേണ്ടത് നിന്റെ ബുദ്ധി പറയുന്നത് പോലെയല്ല, നിന്റെ അനുഭവങ്ങൾ പറയുന്നത് പോലെയല്ല, ഞാൻ കാണിച്ചു തരുന്ന മാതൃകയിൽ. അപ്പോൾ സീനായ് മലയിൽ വെച്ച് ആ സമാഗമ കൂടാരത്തിൻ്റെ മാതൃക, അതിൻ്റെ പാറ്റേൺ കൃത്യമായി കർത്താവ് തന്റെ പ്രവാചകനായ മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ സഹോദരങ്ങളെ, ഇതുപോലെ കർത്താവ് കാണിച്ചു തരും. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, മക്കളോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളുടെ ബന്ധത്തിൽ, സഹോദര ബന്ധത്തിൽ, ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കൃഷി മേഖല, ഞാൻ പറഞ്ഞു അത് ആത്മീയ കാര്യങ്ങളിൽ മാത്രം. നിന്റെ ബിസിനസ്സിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, നിന്റെ കൃഷിയിടങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, കാലോചിതമായ മാറ്റങ്ങൾ, ഇതെല്ലാം തൻ്റെ ജ്ഞാനത്തിലൂടെ കർത്താവ് നമുക്ക് ആലോചനകൾ നൽകും സഹോദരങ്ങൾ. അതിന് കർത്താവ് മോശയെ വിളിച്ചു. എന്താ മോശയെ വിളിച്ചത്? എക്സോഡസ്, പുറപ്പാട് പുസ്തകം 24:12 വരിക. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കണം. മോശേ, സീനായ് മലമുകളിൽ നീ എൻ്റെ സന്നിധിയിലേക്ക് കയറി വന്ന് എൻ്റെ ആലോചനകൾക്ക് വേണ്ടി കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്കു തരാം. കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് മോശ സീനായ് മല കയറുകയാണ്. 24:18 പഠിപ്പിക്കുന്നു. സന്തോഷത്തോടെ വചനം വായിച്ചേ. മോശ മേഘത്തിന്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. 40 days. നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവ് എപ്പോഴാ ഈ മാതൃക കാണിച്ചു കൊടുത്തത്? തൻ്റെ ജനത്തോടുകൂടെ വസിക്കുവാൻ വേണ്ട ആ വിശുദ്ധ കൂടാരത്തിന്റെ ഡിസൈൻ മോശയുടെ ഹൃദയത്തിൽ എപ്പോഴാ പ്രകാശിപ്പിച്ചു കൊടുത്തേ? 40 ദിനരാത്രങ്ങൾ ജീവിത വ്യഗ്രതകളിൽ നിന്ന്, ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന്, എല്ലാവിധ തിരക്കുകളിൽ നിന്ന് അവൻ വേർപെട്ട് 40 ദിനരാത്രങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നതിൽ മോശ കാണിച്ചൊരു സമർപ്പണം. ആ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവിനോട് ചേർന്നിരുന്ന് മോശ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഫാസ്റ്റ് ചെയ്താണ് പ്രാർത്ഥിക്കുന്നത്. അവൻ ജലപാനം കഴിച്ചിട്ടില്ല, ഒന്നും ഭക്ഷിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് കർത്താവ് അവന് വെളിപ്പെടുത്തി കൊടുത്തു, തൻ്റെ മനസ്സ് കാണിച്ചു കൊടുത്തു. മോശേ, ഇപ്രകാരമാണ് വിശുദ്ധ കൂടാരം, അതിൻ്റെ ഡിസൈൻ ഇങ്ങനെ ആയിരിക്കണം, അതിൻ്റെ വിളക്കുകൾ ഇവിടെ വെക്കണം, അതിൻ്റെ കർട്ടൻ എങ്ങനെ വെക്കണം, അതിൻ്റെ കാലുകൾ എങ്ങനെ ആയിരിക്കണം, ഓരോ ഭാഗവും കൃത്യമായി കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മിനിസ്ട്രിയിൽ നമുക്കൊരു ക്ലാരിറ്റി കർത്താവ് തരും. നമുക്കൊരു വ്യക്തതയില്ലെങ്കിൽ നീ എല്ലാം മാറ്റി കർത്താവിനെ എടുത്തിരിക്കണം. കർത്താവിന് കൂടെ ഇരുന്നു, കർത്താവ് നിനക്ക് ക്ലാരിറ്റി തരും. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഐ വിൽ ഷോ യു. ഞാൻ കാണിച്ചു തരാം. സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയിക്കേണ്ട സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ ജീവനുള്ള വചന, സത്യത്തിൻ്റെ വചനം. നമ്മുടെ ജീവിതത്തിൽ ഈ വിധം പ്രവർത്തിക്കുവാൻ കർത്താവ് എന്നും ശക്തനാണെന്ന് എൻ്റെ ജനമേ നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് നിർദ്ദേശങ്ങൾ കൊടുത്തു. യെശയ്യാ പ്രവചനം 31:1 നമ്മുടെ പല തകർച്ചയുടെയും നാശത്തിൻ്റെയും പലവിധത്തിലുള്ള അപകടങ്ങളുടെയും ഒരു പ്രധാന കാരണം ഇതാണ് സഹോദരങ്ങളെ. പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ നമ്മൾ വേറിട്ട് ദിനങ്ങൾ മാറ്റിവെക്കുന്നില്ല. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാണ് നമ്മൾ ഓടുന്നത്? അതുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മൾ മൊബൈൽ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് മൊബൈലാണ്. ഈ മൊബൈൽ നമ്മൾ ചാർജ് ചെയ്യാണ്. ഒരു 5 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 15 മിനിറ്റ്, ഒരു 15% ചിലപ്പോൾ ബാറ്ററി ചാർജ് ആവാം. ആ 15% വിളിക്കുമ്പോൾ ഹലോ വെച്ചു, ഒരു 10 മിനിറ്റ് ഇത് കെട്ടുപോകും. അത്ര ഇതിന് കാരണം നീ അത്രേ ചാർജ് ചെയ്തിട്ടുള്ളൂ. നിനക്ക് ചാർജ് നിൽക്കുന്നില്ലെങ്കിൽ എന്താ കാര്യം? നീ ചാർജ് അത്രേ ചെയ്തിട്ടുള്ളൂ. 10 മിനിറ്റ് നീ കർത്താവിൻ്റെ മുമ്പിൽ സമയം ചെലവഴിച്ചിരിക്കണേ. അത്ര ചാർജല്ലേ കയറുള്ളൂ സഹോദരങ്ങളെ.
നീ എന്തുമാത്രം ഈ പ്ലഗിൽ ഇത് കുത്തിവെക്കുന്നുണ്ടോ അതിനനുസരിച്ച് ചാർജ് കയറും, അതിനനുസരിച്ച് ചാർജ് കയറും, അതിനനുസരിച്ച് ചാർജ് കയറും. അപ്പോ അതിനനുസരിച്ച് നീ ഉപയോഗിക്കപ്പെടും. 100% മണിക്കൂറുകൾ ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്നൊന്നും ബാറ്ററി ഓഫായി പോവില്ലേ? സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ ആലോചന ചോദിക്കാതെ, കർത്താവിന്റെ മനസ്സറിയാതെ, നമ്മുടെ സ്വന്തം ഇഷ്ട വഴികളിലൂടെ നമ്മുടെ ബുദ്ധി പറയുന്നത് പോലെ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ മൂലം നീ ഒന്നും ചെയ്യരുത്. കർത്താവിന്റെ ആലോചനകളിൽ നിന്റെ കുടുംബത്തെ നീ നയിക്കണം, മക്കളെ വളർത്തണം, മിനിസ്ട്രി ചെയ്യണം, നിന്റെ ജോലി, ബിസിനസ്, നിന്റെ കൃഷിയിടങ്ങൾ, വരുമാന മാർഗങ്ങൾ എന്തുമാവട്ടെ അതെല്ലാം കർത്താവിന്റെ ആലോചനകളിൽ ചെയ്യുവാൻ പ്രിയ ദൈവത്തിന്റെ പൈതലേ ഞാനും നിങ്ങളും പരിശ്രമിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ തിരുവചനങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എത്ര നല്ലവനാണ്, അവൻ എത്ര വിശ്വസ്തനാണ്. സഹോദരങ്ങളെ, ഇത് ഉപവാസത്തിന്റെ നാളുകളാണ്. ഉപവസിക്കുക, കർത്താവിന്റെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, ജനതകൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ യുവജനങ്ങൾക്ക് പ്രത്യേകമായി നമ്മൾ കണ്ണുനീരോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും കർത്താവ് കൃപ ചെയ്യും. അത്ഭുതകരമായ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് സഭയിലും ജനതകളിലും ലോകരാജ്യങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും പ്രവർത്തിക്കും എന്നതിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഇത് കർത്താവിൻ്റെ വചനമാണ്. ഇത് വെറും പാഴ്വാക്കുകളല്ല, ഇത് ജീവന്റെ വചനങ്ങളാണ്, സത്യത്തിൻ്റെ വചനങ്ങൾ, പരിശുദ്ധമായ വചനങ്ങൾ. ആകാശം ഭൂമിയും മാറിയാൽ എൻ്റെ വചനം മാറില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കാം, കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിക്കാം.